Next topic, inversion formula for Fourier transforms. That is, we are going to derive the inversion formulas and the corresponding Fourier transforms for that formulas. That is, Fourier sine transform and its inverse formula, Fourier cosine series transform and its inversion formula, also the Fourier complex transform and its inversion formula. Three type of formulas are going to derive. We know that the Laplace from the second module we have the Laplace transform is denoted by L of f of x equal to some f bar of s. That value is equal to integral 0 to infinity e raised to minus st f of t dt. This is the Fourier formula for the function f of x, and this is known as the inversion formula, and this is the Laplace transform. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ Fourier sine transform എന്താണെന്നും Fourier cosine transform എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേർഷൻ ഫോർമുലയൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Fourier sine integral എന്താണെന്നുള്ളത് നമുക്കറിയാം. Fourier sine integral എന്താണ്? f of x equal to 2 by pi integral 0 to infinity sin lambda x integral 0 to infinity f of t sin lambda t dt d lambda. ഇതാണ് നമുക്ക് Fourier sine integral എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തായിരുന്നു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ലാംഡ എന്നുള്ള ടേംസിനെ എല്ലാം എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ആ ലാംഡേനെ കംപ്ലീറ്റ് ആയിട്ട് എസ് എന്നുള്ളൊരു വേരിയബിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. സോ വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എസ് എക്സ് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ എസ് ടി ഡി ടി ഡി എസ്. അപ്പോൾ ഇവിടെ ലാംഡ വന്നിരിക്കുന്ന എല്ലാ ടേംസിനെയും എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി ഈ ഇൻ്റഗ്രൽ വാല്യൂവിന് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ എസ് ടി ഡി ടി ഈ ഇൻ്റഗ്രൽ വാല്യൂവിനെ നമ്മൾ ഈ ഒരു ടേം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. അതായത് ഈ ടേം വെച്ചിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യാണ്. ഈ ഇൻ്റഗ്രൽ ഇന്നർ ഇൻ്റഗ്രൽ ആയിട്ട് വന്നിരിക്കുന്ന 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ എസ് ടി ഡി ടിനെ നമ്മൾ റൂട്ട് ഓഫ് പൈ ബൈ ടു എഫ് എസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇത് വായിക്കുന്നത് Fourier sine transform ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ്. ഇതിന് നമ്മൾ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്നല്ല, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് വായിക്കുന്ന പോലെ തന്നെ ഇതിനെ വായിക്കുന്നത് Fourier sine transform ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് ഇത്. അപ്പോൾ ഈ ഇന്നർ ഇൻ്റഗ്രലിനെ നമ്മൾ റൂട്ട് ഓഫ് പൈ ബൈ ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ച് നമ്മളിവിടെ വരുത്തണം. ഈ ഇന്നർ ഇൻ്റഗ്രലിനെ നമ്മളിവിടെ ചേഞ്ച് വരുത്തുന്നത് ഇപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന ആ ടേം വെച്ചിട്ട് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ആ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന് ചെറിയൊരു ചേഞ്ച് വരും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എസ് എക്സ് റൂട്ട് പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എസ്. ഓക്കെ, ഇനി ഈ റൂട്ട് പൈ ബൈ ടും 2πയും തമ്മിലൊന്ന് ക്യാൻസൽ ചെയ്യാണ്. അതായത് റൂട്ട് 2πനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു റൂട്ട് ഓഫ് 2 by pi എന്ന് എഴുതാം. ഇനി ഇവിടെ ഉള്ളത് ഇൻറ്റു റൂട്ട് ഓഫ് പൈ ബൈ ടു. അപ്പോൾ ഇത് തമ്മിൽ കട്ട് ചെയ്തൂടെ? കാരണം ഒന്നിൻ്റെ റെസിപ്രോക്കൽ അല്ല മറ്റേത്. സോ ബാലൻസ് കിട്ടുന്നത് റൂട്ട് ഓഫ് 2 by pi എന്ന് വരും. അപ്പോൾ ഇത് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എസ്. ഇതാണ് ഒരു Fourier സൈൻ ട്രാൻസ്ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേർഷൻ ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഈ ഒരു ഫോർമുലയില്ലേ, ഇതുപോലെ തന്നെയുള്ള Fourier സൈൻ ട്രാൻസ്ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേർഷൻ ഫോർമുലയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. ഈ ഫോർമുലയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ Fourier സൈൻ ട്രാൻസ്ഫോമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എന്നാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ബാർ ഓഫ് എസ് വിച്ച് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ എസ് ടി ഡി ടി. Fourier സൈൻ ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ആ എഫ് ബാർ ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 by pi ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ എസ് ടി ഡി ടി ആണ്. ഇതാണ് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Fourier സൈൻ ട്രാൻസ്ഫോം എന്നുള്ളത്. അപ്പോൾ ഒരു Fourier സൈൻ ട്രാൻസ്ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേർഷൻ ഫോർമുലയാണിത്. ആൻഡ് ദിസ് ഈസ് ദി Fourier സൈൻ ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ Fourier സൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യണത്.
അത് പ്രോബ്ലം പറയുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും അതിൻ്റെ ഇൻവേർഷൻ ഫോർമുലയും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്താണെന്ന് നോക്കാം. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് ലാംഡ എക്സ് 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ലാംഡ ടി ഡി ടി ഡി ലാംഡ. സെയിം തന്നെ ലാംഡ എന്നുള്ള ടേമിനെ എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദാസ് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി കോസ് എസ് എക്സ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ്, ഇവിടെ എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം, കോസ് എസ് ടി ഡി ടി ഡി എസ് എന്ന് വരും. ഓക്കെ, ദെൻ അഗെയിൻ ഈ ഇന്നർ ഇൻ്റഗ്രലിന് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് ഡി ടി എന്നുള്ള ഈ ടേമിനെ നമ്മൾ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. √π/2 എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണ് ഇതിനെ റീഡ് ചെയ്യുന്നത്. എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. √π/2 എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ 2/πയും √π/2 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √2/π, then integral 0 to infinity എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് കോസ് എസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേർഷൻ ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഫോം എന്ന് പറയുന്നത് എഫ് സി ഓഫ് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ബാർ ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു √2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ടി കോസ് എസ് ടി ഡി ടി എന്നുള്ളതാണ്. ഈ എഫ് ബാർ ഓഫ് എസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ഫംഗ്ഷന് എൽ ഓഫ് എഫ് ഓഫ് എക്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വേറൊരു ടേം അല്ലേ എഫ് ബാർ ഓഫ് എസ്. അത് തന്നെയാണ് ഇവിടെ എല്ലാം ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന വേറൊരു ടേമാണ് എഫ് ബാർ ഓഫ് എസ് ആയിട്ട് നമ്മളിവിടെ ഡിനോട്ട് എടുക്കുന്നത്. Then next one, complex Fourier transform and its inversion formula. We know that the complex form of a Fourier integral is f of x equal to 1/2π integral minus infinity to infinity e raised to minus I lambda x integral minus infinity to infinity f of t e raised to I lambda t dt d lambda എന്നുള്ളതാണ് ഒരു കോംപ്ലക്സ് ഫോം. ഒരു ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലാംഡ എന്നുള്ള ടേമിനെ എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദസ് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ സൈൻ എസ് എക്സ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു ഐ എസ് ടി. ലാംഡേനെ എസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും, ഡി ടി ഡി എസ്. ഓക്കെ, ദെൻ വി ആർ അഗെയിൻ ഡിനോട്ടിങ് ദിസ് ഇന്നർ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നുള്ളതിന് നമ്മൾ അഗെയിൻ √2π എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഇവിടെ ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ് റീഡ് ചെയ്യുന്നത്. സോ ഈ ഇന്നർ ഇൻ്റഗ്രൽ നമ്മൾ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദാസ് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ എസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ഫോറിയർ കോംപ്ലക്സ് ട്രാൻസ്ഫോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേർഷൻ ഫോർമുല എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഒരു ഫോറിയർ കോംപ്ലക്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ബാർ ഓഫ് എസ് വിൽ ബി ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു ഐ എസ് ടി എഫ് ഓഫ് ടി എന്നുള്ളതാണ് ഒരു ഫോറിയർ കോംപ്ലക്സ് ട്രാൻസ്ഫോമിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എങ്ങനെയാണ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽസ് എല്ലാം ഈ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നതെന്ന് നോക്കാം. യൂസിങ് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity -1 minus cos pi lambda by lambda into sin x lambda d lambda equal to pi/2 when 0 less than x less than pi and 0 when x greater than pi. അപ്പോൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ തന്നിരിക്കുന്നതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇൻ്റർവെല്ലിൻ്റെ ഈ വാല്യൂനെ ഇതിനെ നമ്മൾ സം എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാണ്.
So let f of x equal to pi by 2 when 0 less than x less than pi and 0 when x greater than pi. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കാണിച്ചാൽ പോരെ, കാരണം നമ്മൾ ഈ ടേം ഇതിനെ മൊത്തത്തിലാണ് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഫോർമുല നമുക്കറിയാം. ഫോറിയർ സൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ലാംഡ എക്സ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി സൈൻ ലാംഡ ടി ഡി ടി ഡി ലാംഡ എന്നുള്ളതാണ്. അപ്പോൾ ഈ 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ഈ ഇൻ്റർവെല്ലിനെ നമ്മൾ ഈ ഇൻ്റർവെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതായത് 0 ടു ഇൻഫിനിറ്റി എന്നുള്ളതിനെ നമ്മൾ 0 ടു പൈ എന്നും പൈ ടു ഇൻഫിനിറ്റി എന്നുള്ള രണ്ട് ഇൻ്റർവെല്ലായിട്ട് മാറ്റാണ്. സോ 0 ടു ഇൻഫിനിറ്റി എന്നുള്ളതിന് 0 ടു പൈ എന്നും പൈ ടു ഇൻഫിനിറ്റി, ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല. ഈ 0 ടു ഇൻഫിനിറ്റിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഇൻ്റർവെൽസിൻ്റെ സമ്മായിട്ട് എഴുതി. ഇനി 0 ടു പൈയിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? ഇവിടെ ഇപ്പോൾ എക്സിന് പകരം ടി എടുത്തെന്നുള്ളൂ, പക്ഷേ വാല്യൂസിന് ചേഞ്ച് ഒന്നുമില്ല. സോ 0 ടു പൈയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ? പൈ ബൈ 2 ആണ്. പൈ ബൈ 2 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അതുപോലെ തന്നെ പൈ ടു ഇൻഫിനിറ്റിയിലെ വാല്യൂ എന്താ? ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 0 വരും. ഓക്കെ, എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 0 വരും. നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ എക്സിന് പകരം ടി എന്നുള്ള ഫംഗ്ഷനായിട്ട് എടുത്തേ ഉള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ 0 ടു പൈ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 2. അപ്പോൾ എഫ് ഓഫ് ടി എന്നുള്ളതിൻ്റെ വാല്യൂ പൈ ബൈ 2 വരും. അതുപോലെ പൈക്ക് മുകളിലോട്ട് വരുന്ന വാല്യൂസ്, അതായത് പൈ ടു ഇൻഫിനിറ്റി എന്നുള്ള ആ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടുത്തെ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ ഈ ടേം എന്തായി? ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് ഈ ഫസ്റ്റ് ടേം മാത്രമേ വരുള്ളൂ. സോ അതിനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് സൈൻ ലാംഡ ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ മൈനസ് കോസ് ലാംഡ ടി ബൈ ലാംഡ ടു ദി ലിമിറ്റ് 0 ടു പൈ. ഇവിടുത്തെ ഈ പൈ ബൈ 2 പുറത്ത് കിടക്കുന്ന 2 ബൈ പൈയും തമ്മിൽ ക്യാൻസൽ ചെയ്യുക. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ മൈനസ് കോസ് പൈ ലാംഡ പ്ലസ് 1 ബൈ ലാംഡ എന്നാണ്. പ്ലസ് 1 പറഞ്ഞത് വേറെ ഒന്നുമില്ല, കോസ് 0 എന്ന് വരും. കോസ് 0 മൈനസ് ഓഫ് കോസ് 0 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് 1 വരും. ദെൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് പൈ ലാംഡ ബൈ ലാംഡ സൈൻ എക്സ് ലാംഡ ഡി ലാംഡ എന്ന് കിട്ടി. ഇനി ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രലിൻ്റെ ടേം നോക്കിയേ. നമ്മളിത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് ഇക്വേറ്റ് ചെയ്താണ് വന്നത്. ദസ് വി ഗെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് ഇൻ്റഗ്രൽ വാല്യൂ. ആൻഡ് നമ്മൾ ആദ്യം തന്നെ എഫ് ഓഫ് എക്സ് ആയിട്ട് എന്താ എടുത്തിരിക്കുന്നത്? ഇത് ഈക്വൽ ടു ഷോ ദാറ്റ് ആയിട്ട് ഈ കാണിക്കേണ്ട ടേംസിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സിന് എടുത്തത്. ദസ് വി ഗെറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് പൈ ലാംഡ ബൈ ലാംഡ ഇൻറ്റു സൈൻ എക്സ് ലാംഡ ഡി ലാംഡ വിൽ ബി ഈക്വൽ ടു pi by 2 in between the interval 0 and pi, and if x greater than pi, its value will be equal to 0. Then next problem, find the Fourier sine transform of e raised to minus modulus x, hence evaluate this integral. ഇപ്പോൾ Fourier sine transform of e raised to minus മോഡുലസ് എക്സ് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സിൻ്റെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എഫ് എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ബൈ പൈ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ എസ് എക്സ് ഡി എക്സ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഏത് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്നത്? 0 ടു ഇൻഫിനിറ്റിയിലല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ് എന്നുള്ളത്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അതെന്തായാലും പോസിറ്റീവ് അല്ലേ. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ മോഡുലസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് ആയിരിക്കും. അപ്പോൾ ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സിന് നമുക്ക് ഇ റേസ് ടു മൈനസ് എക്സ്, ആ മോഡുലസ് എക്സിനെ എക്സ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ദസ് വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് മോഡുലസ് എക്സിന് പകരം നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് കൊടുത്താൽ മതി. ദെൻ ഇത് നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ എക്സ്പോണൻഷ്യലിൻ്റെ ഫംഗ്ഷനുണ്ട്, ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുണ്ട്. പക്ഷെ നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണെങ്കിൽ ഹൈലൈറ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. പക്ഷെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫോറിയർ സീരീസ് എന്നുള്ള മൊഡ്യൂളിൽ ഒരു ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ
ഇൻറ്റു എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? -1 വരും. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എസ് വരും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. Okay, thus we get fs of f of x equal to root of 2 by pi integral 0 to infinity f of x sin sx dx, and we are replacing f of x to be f e raised to minus x. Now using this formula we can write it to be as e raised to minus x by 1 plus s square into minus sin sx minus s cos sx. Then applying the limits, upper limit minus lower limit. ഇവിടെ upper limit apply ചെയ്യുമ്പോൾ ഈ ഫസ്റ്റത്തെ ടേംസ് എല്ലാം നമ്മുടെ 0 ആയി പോകും. അതുപോലെ തന്നെ lower limit apply ചെയ്യുമ്പോൾ e raised to 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും. sin 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, cos 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ മൈനസ് ഓഫ് -1 പോസിറ്റീവ് 1. ഇവിടെ ഒരു s റിമൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ s by 1 plus s square എന്ന് ഇടുന്നത്. അപ്പോൾ fs of f of x, അതായത് Fourier Sine Transform of the function f of x will be equal to root of 2 by pi s by 1 plus x square. Now using the inversion formula for the Fourier Sine Transform, we get f of x equal to root of 2 by pi integral 0 to infinity fs of f of x sin sx dx. അപ്പോൾ ഈ fs of f of x എന്താണെന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിനിവിടെ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ റൂട്ട് ഓഫ് 2 by pi എന്ന്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇൻ്റഗ്രലും റൂട്ട് ഓഫ് 2 by pi കിടക്കുന്നത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 by pi integral 0 to infinity s by 1 plus s square sin sx ds. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന എക്സിൻ്റെ ടേമിനെ നമ്മൾ എം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. എക്സിൻ്റെ ടേമിനെ മാറ്റിയിട്ട് അതിനെ എം ആക്കുക. അതുപോലെ തന്നെ എസ് വന്നിടത്തെല്ലാം എക്സ് കൊടുക്കുക. അപ്പോൾ എന്താ വരിക നോക്കിയേ, e raised to minus m 2 by pi integral 0 to infinity x by 1 plus x square sin mx dx. ഇത് ചെയ്യുന്നത് വേറൊന്നുമല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആയിരുന്നു. ഇൻ്റഗ്രൽ 0 to infinity x by 1 plus x square sin mx dxൻ്റെ ഇതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആയിരുന്നു കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സും എമ്മും ആയതുകൊണ്ടാണ് ഇത് ഇവിടെ ആ ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് എഴുതുന്നത്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഈ 2 by pi എന്നുള്ളതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുക്കുകയാണെങ്കിൽ pi/2 e raised to minus m എന്ന് വരും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ടേമിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്.